കാട്ടാക്കടയിൽ നവവധു ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീരണക്കാവ് വില്ലേജിൽ ആനക്കോട് കല്ലാമം കല്ലറക്കുഴി ഷിബിൻ ഭവനിൽ 28 വയസ്സുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന വിപിനെയാണ് കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ജൂൺ 2-നാണ് പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശികളായ പ്രഭാകരന്റെയും ശൈലജയുടെയും മകൾ സോന എന്ന 23-കാരി ആത്മഹത്യ ചെയ്തത്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞ് 14 ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. കാട്ടാക്കട പോലീസ് അന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. എന്നാൽ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അച്ഛൻ അന്നത്തെ ഡിവൈഎസ്പിക്ക് പരാതിയും കൊടുത്തിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച സമരങ്ങളും ആക്ഷൻ കൌൺസിലും സംഘടിപ്പിച്ചു. തുടർന്ന് അന്വേഷണം വേണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു. ഇതിനുശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ മകളുടെ മരണപ്പെട്ടിട്ട് 8 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ 19-ാം തീയതി ഞങ്ങളുടെ മകളുടെ വിവാഹം നടത്തുകയും അത് കഴിഞ്ഞ് 12-ാം ദിവസം അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. ആ സംഭവത്തെ തുടർന്ന് ഞങ്ങൾ പരാതികൾ പെട്ടിട്ട് ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു നടപടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സംഘടനക്കാര് KPMSന്റെ സംഘടനക്കാര് ഞങ്ങൾ സംഘടനമായി ഞങ്ങൾ രൂപീകരിച്ച് അതിന് ശക്തമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് മുന്നോട്ട് പോയ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ആ അറസ്റ്റിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ കൂടെ അറസ്റ്റ് ചെയ്യണം. അവന്റെ അമ്മയാണ് ഇതിന്റെ മെയിൻ കണ്ണി. ഉത്തരവാദിത്തപ്പെട്ട് എന്റെ മോള് മരിക്കാൻ ഇടയാക്കിയത് അവന്റെ അമ്മയാണ് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് 8-ന്റെ അന്ന് എന്റെ മകളുടെ ആഭരണങ്ങളെല്ലാം പിടിച്ചു വാങ്ങിച്ച് പണയപ്പെടുത്തി അവളെ ഭയങ്കരമായ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് തക്കതായ ശിക്ഷ ഈ തള്ളയ്ക്കും എന്റെ മാളെ കെട്ടിയ ആ പയ്യനും ശിക്ഷ വാങ്ങി കൊടുക്കണം. ഈ പോലീസുകാർ അതിനുള്ള നിയമ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. അന്വേഷണത്തിൽ ഇത് 1/6/2023 വിവാഹം കഴിഞ്ഞതിന് ശേഷം 13 ദിവസത്തിനകം സോന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചതിൻ്റെ കേസാണിത്. തൂങ്ങി മരിച്ചതിൻ്റെ ആത്മഹത്യയാണ്. ആ കേസിൻ്റെ അന്വേഷണത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ അങ്ങനെ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നവവധു ആണെങ്കിൽ അത് DYSP അന്വേഷിക്കണം. അങ്ങനെ അന്വേഷണത്തിന് എനിക്ക് അയച്ചു കിട്ടി. പ്രതി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു. അതാണ് ഇന്ന് ചെയ്തത്. ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് വളരെ പ്രായം കുറഞ്ഞ വിവാഹത്തിന് ശേഷം വെറും 13 ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതുമായിട്ട് കാരണങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കുട്ടി മരിച്ചതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണത്തെക്കുറിച്ച് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തിരികളെ കൃത്യമായി നോക്കിയതിന് ശേഷം കൊടുക്കും. റിമാൻഡ് ചെയ്യും. കോടതിന് മുമ്പ് ഹാജരാക്കും. റിമാൻഡ് ചെയ്യുന്ന കോടതിന് മുമ്പ് ഹാജരാക്കും. സാധാരണ റിമാൻഡ് ചെയ്ത് പോകും. ഓട്ടോ ഡ്രൈവറായ വിപിനും സോനയും 1.5 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ജൂൺ 19-നാണ് വിവാഹിതരായത്. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്കും വിരുന്ന് സൽക്കാരത്തിനായി ബന്ധുവീട്ടിലും സോനയുടെ വീട്ടിലുമെല്ലാം പോയിരുന്നു. അന്ന് രാത്രി 11:30 മണിയോടെ വിപിനാണ് കിടപ്പുമുറിയിൽ സോന തൂങ്ങി നിൽക്കുന്നതായി വീട്ടുകാരെയും അയൽക്കാരെയും അറിയിച്ചത്. പോലീസ് എത്തും മുൻപ് കയർ അറുത്തുമാറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. വിപിൻ കിടന്ന അതേ മുറിയിലാണ് സോനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിപ്പോയതിനാൽ അറിഞ്ഞില്ലെന്നാണ് വിപിൻ പോലീസിന് കൊടുത്ത മൊഴി. എന്നാൽ ഈ മൊഴിയിൽ പോലീസിനും സംശയമുണ്ടായിരുന്നു. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിരുന്നില്ല. അതിനാൽ വിപിനെ വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും ഇയാൾ ഒഴിഞ്ഞു മാറിയിരുന്നു. എന്നാൽ വിപിന്റെ അതേ മൊഴിയാണ് വിപിന്റെ അമ്മയും പറഞ്ഞത്. സോനയെ അഴിച്ചിറക്കി 1 മണിക്കൂർ കഴിഞ്ഞാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പുലർച്ചെ 1:30-യോടെ സോനയ്ക്ക് സുഖമില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്നാണ് ആദ്യം വിപിൻ വിളിച്ചറിയിച്ചത് എന്ന് സോനയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. ഉടൻ അടുത്ത ചില ബന്ധുക്കളുമായി അവിടേക്ക് ചെന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മകളുടെ വിയോഗ വാർത്ത അറിയുന്നത്. 11-ഓടെ മകൾ മരിച്ചിട്ടും ഭർത്തൃ വീട്ടുകാർ ഇത് അറിയിച്ചത് 1:30-നാണെന്ന് പ്രഭാകരൻ പറയുന്നു. കൂടുതൽ ചോദിച്ചപ്പോൾ മരിച്ച സമയം പലതവണയാണ് അവർ മാറ്റി പറഞ്ഞത്. ചോദ്യങ്ങൾക്കൊന്നിനും വ്യക്തമായ മറുപടി കിട്ടിയിരുന്നില്ല. മരിക്കുന്ന ദിവസം രണ്ടുപേരും വീട്ടിൽ വന്നിരുന്നു. സന്തോഷത്തോടെയാണ് മടങ്ങിയത്. വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായിട്ട് മകൾക്ക് വിപിനെ ഇഷ്ടമാണെന്ന് അറിയിച്ചപ്പോൾ വിവാഹത്തിന് എതിര് നിന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസം വിരുന്നിന് വീട്ടിൽ വന്ന് മടങ്ങുമ്പോഴും സോന സന്തോഷവതിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല. മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് അന്നേ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് 15-ാം ദിവസമാണ് സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സോനയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ഭർത്താവ് വിപിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. കഴിഞ്ഞ ജൂൺ 19-നായിരുന്നു സോനയുടെയും വിപിന്റെയും വിവാഹം. അടുത്തടുത്ത പ്രദേശത്ത് താമസിച്ചിരുന്ന ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിപിൻ. സോന കാട്ടാക്കടയിലെ ആധാരമെഴുത്ത് ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു.
ഷാൾ മച്ചിലെ ഇരുമ്പ് കമ്പിയിൽ കൊളുത്തിയായിരുന്നു സോന തൂങ്ങി നിന്നത്. ഉടൻ തന്നെ താഴെ ഇറക്കിയ അയൽവാസികളുടെ സഹായത്തോടെ കാട്ടാക്കടയിലെ ആശുപത്രിയിൽ എത്തിച്ചു എന്നായിരുന്നു വിപിൻ പോലീസിനോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.